ശ്രീ രാജു പി നായർ, ഈ കേസ് ഇപ്പോൾ നേരത്തേതിൽ നിന്നും വലുതാവുകയാണ് എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. അങ്ങനെ വലുതാക്കുന്നതിൽ ED കോൺഗ്രസ് ബന്ധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന രൂപത്തിൽ കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി. മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം എത്തുന്നതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? അല്ല സ്മൃതി, ഒന്ന് അങ്ങ് ചോദിച്ചത് നേരത്തെ ശ്രീ ജയചന്ദ്രനോട് ഉൾപ്പെടെ ചോദിച്ചത് ഇതിനകത്ത് വ്യക്തത വരുന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തത വേണ്ടത് ആർക്കാണ്? നമ്മൾ 3 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് സേവനമാണ് ഈ പറയുന്ന CMRL-ന് വീണ വിജയൻ നൽകിയത് എന്നുള്ള ചോദ്യം. ഇതുവരെ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ? ജയേന്ദ്രൻ മാഷ് പറയുകയാണ്, വീണ വിജയൻ അങ്ങനെ വന്ന് പത്രക്കുറിപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാ പ്രാവശ്യവും വന്ന് പത്രക്കുറിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല, പത്രസമ്മേളനം നടത്തേണ്ട കാര്യമില്ല. ജയേന്ദ്രൻ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീണ തൈക്കണ്ടി ജനങ്ങളുടെ മുൻപിൽ വന്ന്, മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ, ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി മാത്രമല്ല ആ പാർട്ടിയെയും ആ സർക്കാരിനെയും ഏറ്റവും അധികം ബാധിച്ചതല്ലേ, ഒരു പ്രാവശ്യമെങ്കിലും വീണ വിജയൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വ്യക്തത വരേണ്ടത് ഏറ്റവും ആദ്യം വീണ വിജയൻ ഈ എക്സാലോജിക് കമ്പനിയിലൂടെ CMRL-ന് കൊടുത്ത സേവനം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം വരേണ്ടത്. പിന്നെ എന്താ വ്യക്തത? നോക്കൂ, ഇന്ന് നുണകളുടെ ഒരു ഘോഷയാത്ര പോലെ ഇന്ന് പിണറായി വിജയന്റെ പത്രസമ്മേളനം നടക്കുകയാണ്. ലോകത്തുള്ള മറ്റെല്ലാവരെയും മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ചും നുണയനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു സംവിധാനം തന്നെ പ്രവർത്തിക്കുകയാണ്. ആ സംവിധാനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല, പക്ഷെ സപ്ലൈകോ ഉൾപ്പെടെ, ഓണത്തിലെ ഇടപെടൽ ഉൾപ്പെടെ, ഇങ്ങോട്ടേക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന അരി ഉൾപ്പെടെ പെരും നുണകൾ ഇന്ന് ആ പെരുന്നുണയൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ നുണയൻ എന്ന് വിളിക്കുന്നവൻ നുണ പറയുമ്പോൾ പെരും നുണയൻ എന്ന് നമുക്ക് വിളിക്കാമല്ലോ, അത് അൺപാർലമെന്ററി അല്ല. അങ്ങനെ ഒരു പെരും നുണയൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കൂ ഈ നുണകൾ എവിടെയൊക്കെയാണെന്ന്. സ്മൃതിക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ ഇന്നും കൈ ഉയർത്തി പറഞ്ഞ പോലെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞല്ലോ, കൈ ഉയർത്തിക്കൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ്. അന്ന് എക്സാലോജിക് കമ്പനിയുടെ പേര് മാത്രമല്ല അദ്ദേഹം പറഞ്ഞുള്ളൂ. മകള് അമ്മയുടെ പെൻഷൻ പൈസ കൊണ്ട് മേടിച്ചുണ്ടാക്കിയ ഒരു കമ്പനി എക്സാലോജിക്കിന്റെ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ളൊരു കമ്പനിയെ കുറിച്ച് അന്ന് ആ പെരുന്നുണയൻ കൈ ഉയർത്തി പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ സ്മൃതി. പെരുന്നുണയൻ എന്നുള്ള പ്രയോഗം ശരിയല്ല, രാഷ്ട്രീയമായി തന്നെ ശരിയായ പ്രയോഗമല്ല എന്ന് നിങ്ങൾ കരുതുമ്പോൾ അത് തന്നെ നിങ്ങൾ തിരിച്ചു പ്രയോഗിക്കും. എനിക്ക് കൃത്യമായിട്ട് സ്മൃതി, എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് ശരിയല്ല എന്നറിയാം. പക്ഷേ ചർച്ചകളും ഇന്ന് രാഷ്ട്രീയ ഇതെല്ലാം ഡൈനാമിക്കാണ്. ശിവൻകുട്ടി മുതൽ P. രാജീവ് മുതൽ MP രാജേഷ് മുതൽ സ്വരാജ് മുതൽ ഇങ്ങോട്ടേക്കുള്ള CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നുണയനാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചർച്ച ഡൈനാമിക്കായിട്ട് മാറുമ്പോൾ ആ നുണ പറയുന്ന നുണയനെ പെരുന്നുണയെന്നല്ലാതെ മറ്റൊന്ന് വിളിക്കാൻ എൻ്റെ ഡിക്ഷണറിയിലില്ല. അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളെ പെരുന്നുണയൻ എന്ന് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ പെരുന്നുണ പറയുന്നത് ചൂണ്ടിക്കാണിക്കണ്ടേ ഈ രാഷ്ട്രീയത്തിന്റെ ഡൈനാമിക്സിൽ? നോക്കൂ, അദ്ദേഹം അതിനുശേഷം റെയ്ഡ് നടന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി റിപ്പോർട്ട് ചെയ്തു, ഏതാണ്ട് 142 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഇല്ലേ? 142ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ ഈ പെരുന്നുണയൻ വന്നിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാണ്, 142 അക്കൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല, ആകെ കൂടി വീണ വിജയന്റെ പേരുള്ള ഒരു അക്കൗണ്ടാണ് മാത്രമാണ് മരവിപ്പിച്ചത്. സ്മൃതിയുടെ കയ്യിൽ അതിന്റെ ബൈറ്റ് ഉണ്ടാവുമല്ലോ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം ചെയ്തതെന്ന്. ഒരു അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചത്. അപ്പോൾ അന്ന് വന്നിട്ട് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞത് ലേക്കർ ഇന്ത്യയുടെ 15 ലക്ഷത്തോളം വരുന്ന തുക മരവിപ്പിച്ചത് അതേ ED-യുടെ അതേ നടപടിയിലല്ലേ? അപ്പൊ ഈ പെരുന്നുണയൻ വന്നിരുന്നിട്ട് പിന്നെയും പറഞ്ഞത് എന്റെ മകളുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചതെന്നല്ലേ ഈ സമൂഹത്തോട്? അപ്പോൾ ഈ പെരുന്നുണയൻ ഇന്ന് വീണ്ടും വന്നിരുന്നു പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് എന്താ ഇപ്പൊ ജയചന്ദ്രൻ ഉൾപ്പെടെ എന്താ ഈ പത്രക്കുറിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, പത്രക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ED-യുടെ റെയ്ഡിൽ നിന്ന് ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരു ക്രൈം നടന്നിട്ടുണ്ട്, 85 ലക്ഷം രൂപ പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് ട്രാൻസാക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ പറയുന്നത്. അപ്പൊ മറ്റു വിഷയങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു ഹവാല ഉൾപ്പെടെ ക്രൈം നടന്നിട്ടുണ്ട്. ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവരെന്തിനാ അസ്വസ്ഥരാകുന്നത്? ആ ക്രൈമിലുള്ള അന്വേഷണമല്ലേ നടക്കേണ്ടത്? ക്രൈമിലുള്ള അന്വേഷണം നടന്ന് കോടതിയിലേക്ക് കുറ്റപത്രം കൊടുക്കുമ്പോഴല്ലേ മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ആദ്യം തന്നെ വന്നിട്ട് ഈ പോയിരിക്കുന്ന റൂട്ട് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും കുറ്റപത്രം പോലെ കൊടുക്കില്ലല്ലോ.
അപ്പോൾ ഇത് വെറുതെ ഒരു പുകമറ ഉണ്ടാക്കി വേണ്ടി ഇത് ചെയ്യാൻ നോക്കുകയാണ്. ഇത് നോക്കൂ, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഒരു കമ്പനി. ആ കമ്പനിയുടെ ബോർഡ് കണ്ടല്ലോ, ഒരു 4 ദിവസം പോലും പഴക്കമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പറിന്റെ പ്രിന്റ് ഔട്ടാണ് അതിന് ഉള്ള ഒരു ബോർഡ്. ഇപ്പൊ ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, അതിന്റെ GST നമ്പർ കൊടുത്തിരിക്കുന്ന പോലും തെറ്റാണ്. വ്യാജമായിട്ടുള്ള ഒരു GST നമ്പറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാവും. ഇപ്പോൾ ഇതിന് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ അനീസ് എന്നങ്ങ്, ഡോക്ടർ അനീസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ പാർട്ട്ണറുടെ പേരെന്ന് പറയുന്നു. ആ പാർട്ട്ണർ ഇന്ന് പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നു, ഞാനും വീണ വിജയനും കൂടി പാർട്ട്ണർഷിപ്പിലാണ് എന്ന് പറയുന്നു. ഇത് സത്യമാണല്ലോ. അപ്പൊ വീണ വിജയൻ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിൽ ഒരു എന്താ പറയുക പങ്കാളിത്തമുള്ള ഒരു പാർട്ട്ണർ എന്ന് അനീസ് പറഞ്ഞല്ലോ. ഇനി നോക്കൂ, മറ്റൊരു കള്ളത്തരം നോക്കൂ. അനീസിന്റെ വാടക കരാറിൽ ഡോക്ടർ അനീസിന്റെ മാത്രം പേരേ ഉള്ളൂ, ഇല്ലേ? സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് ഒരു ലോക്കൽ ബോഡി രജിസ്ട്രേഷനും ഇവരെടുത്തിട്ടില്ല. ഇനി GST കിട്ടിയിട്ടെന്ന് പറയുന്നു. GST കിട്ടണമെങ്കിൽ ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന സ്ഥലത്തെ വാടക ചീട്ട് കൊടുക്കണ്ടേ? വാടക ചീട്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ അനീസിന്റെ പേരിൽ മാത്രമുള്ള ഒരു വാടക ചീട്ട് വെച്ചുകൊണ്ട് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനിക്ക് GST രജിസ്ട്രേഷൻ കിട്ടുമോ? GST രജിസ്ട്രേഷൻ കിട്ടില്ലല്ലോ. അപ്പൊ നോക്കൂ, അടിമുടി ദുരൂഹതയാണ്. ഈ കള്ള കമ്പനി, കടലാസ് കമ്പനി ഉണ്ടാക്കി, ആ കടലാസ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ ഹവാല നടത്തിയിട്ടുള്ളത് എന്ന് ED ഒരു ക്രൈമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ നടപടികൾ മുഴുവൻ അത് ഇവർ തന്നെയാണ് ചെയ്തതെന്ന് സാധൂകരിക്കുകയാണ്. എങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷനകത്ത് അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ബോഡിയുടെ രജിസ്ട്രേഷൻ ഇല്ലാതെ ആ കമ്പനി എങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്തു, പ്രവർത്തിച്ചു? 2, ആ കമ്പനിയുടെ പേരിൽ GST എടുക്കുമ്പോൾ ആ GSTയിൽ കൃത്യമായിട്ട് അവിടുത്തെ വാടക കരാർ കൊടുക്കണം. വാടകയ്ക്കുള്ള സ്ഥലമാണെങ്കിൽ ഈ ഡോക്ടർ അനീസിന്റെ പേരിൽ മാത്രമുള്ള ഒരു വാടക കരാർ വെച്ചുകൊണ്ട് എങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കാൻ സാധിച്ചു? അപ്പൊ ഇതെല്ലാം തട്ടിപ്പ് ആണെന്നുള്ളത് ഇവർ സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ സ്വയം പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തട്ടിപ്പാണെന്നുള്ളത്. ഇതിനൊന്നും വ്യക്തതയില്ല എന്ന് മാത്രം, വ്യക്തതയില്ലാത്തതല്ല, ഈ കള്ളം മുഴുവൻ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അച്ഛൻ, പെരുന്നുണയനായ അച്ഛൻ, ഇങ്ങനെ വന്നിരുന്ന് മകൾക്ക് വേണ്ടി വാദിക്കേണ്ട അവസ്ഥ. കാരണം ഇത് മകളുടെ മാത്രം പ്രശ്നമല്ല, ഇപ്പോൾ റിയാസിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ തകിടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടി പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇല്ല, ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള റിയാസിന്റെ സുഹൃത്തുക്കളുടെ പേരുകൾ ഈ വീണ ടി എഴുതി വെച്ച കുറിപ്പുകളിൽ നിന്നും EDക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ED വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷെ റിയാസുമായി നേരിട്ട് കണക്ട് ചെയ്യാവുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നടക്കമുള്ള വിവരങ്ങളൊന്നും EDക്ക് മുന്നിലില്ല. അതുകൂടി ഇന്ന് CPM പറഞ്ഞു. അപ്പോൾ റിയാസിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അല്ല, നമ്മൾ ആരെങ്കിലും റിയാസിനെ വലിച്ചഴച്ചോ? റിയാസും വീണയും കൂടിയാണ് ഈ സിം കാർഡ് എടുത്തിട്ടുള്ളത് നന്ദുലാൽ പറഞ്ഞു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത, അല്ലേ? റിയാസും വീണ വിജയനും കൂടിയാണ് ഈ സിം കാർഡ് ഉപയോഗിച്ചത് എന്ന് നന്ദുലാൽ പറഞ്ഞതായിട്ടാണ് വാർത്ത. ED പത്രക്കുറിപ്പിൽ പറയുന്നത് ഈ സിം കാർഡ് വെച്ച് ഇന്റർനാഷണൽ കോളുകൾ, റൂട്ടർ കോളുകൾ വിളിച്ച് അതിലൂടെയാണ് ഹവാല ഇടപാട് നടത്തിയിട്ടുള്ളതാണ്. അപ്പോ റിയാസ് സംശയത്തിന്റെ നിഴലിലാണ്. ഇനി റിയാസിനകത്ത് പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ വീണ വിജയൻ റിയാസ് അറിയാതെ നടത്തിയ കച്ചവടമാണോ എന്നുള്ളത് തെളിയട്ടെ. തെളിയുമ്പോൾ പറയാം. റിയാസിനെ എന്തായാലും കുറ്റക്കാരനായിട്ട് ഞങ്ങളാരും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ റിയാസിന്റെ ഇടപെടൽ ദുരൂഹമാണ്. ശരി, റിയാസ് എങ്ങനെയാണ് ഈ നന്ദുലാലിനെ കൊണ്ട് അല്ലെങ്കിൽ റിയാസിന്റെ മുഴുവൻ സുഹൃത്ത് വലയങ്ങൾ കൊണ്ട് വീണ വിജയൻ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് റിയാസ് വിശദീകരിക്കേണ്ടി വരും. അത് ഇപ്പൊ ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവിനെ കുറ്റവാളിയാക്കണം എന്നൊന്നും ഞങ്ങൾക്കില്ല. ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ മകൾ ചെയ്ത അച്ഛനെ കുറ്റവാളിയാക്കണം എന്നുമില്ല. പക്ഷെ അച്ഛനും മരുമകനും പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അവ്യക്തതകൾ ഉണ്ടാക്കുകയും നുണകൾ പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അത്ര ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.